Hi friends, welcome to my new video. ഹായ്, ഇന്ന് നമുക്ക് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 ഗ്ലാസ് ഇഡലി റൈസ് 4 മണിക്കൂർ കുതിർത്തതാണിത്. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ആ അരച്ചതിൽ നിന്ന് നമുക്ക് 2 തവി മാവ് ഇങ്ങോട്ടെടുക്കാം. ഈ 2 കപ്പ് മാവിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഈ മാവിപ്പം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറുക്കി നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ട്. കട്ടയാകല്ലേ, ഇങ്ങനെ ഈ പരുവാകണം. നല്ല സോഫ്റ്റ് ആ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വെക്കണേ. ഇതിപ്പോൾ ആറിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഈ അരിയുണ്ടല്ലോ, ബാക്കി അരി മാവ്, ആ മാവിലോട്ട് തന്നെ നമുക്കിതൊന്നും കൂടി ഇട്ട് അരച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം അരിയാണ് ഉള്ളത്, ഏലക്കാടെ. ഒരു 6 ഏലക്കാടെ അരി, ഒരു 6 സ്പൂൺ പഞ്ചസാര, ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. നന്നായിട്ട് 1.5 ഗ്ലാസ് അരി എടുത്തെന്ന് പറഞ്ഞത് ഈ ഗ്ലാസ്സിനാണ്. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ 1.5 കപ്പ് തേങ്ങയും കൂടെ വേണേ. 1 കപ്പ്, 1/2 കപ്പും കൂടെ, അങ്ങനെ 1.5 കപ്പ് തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. 4 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ അരി അരച്ചപ്പം 6 സ്പൂൺ ഇട്ടു, ഇപ്പം തേങ്ങയിൽ 4 സ്പൂൺ ഇട്ടു. അങ്ങനെ മൊത്തം നമ്മളിപ്പം 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിന് ചേർക്കുന്നത്. ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അതും കൂടെ അരച്ചത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തു. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കണം. മധുരം എപ്പോഴും വട്ടയപ്പത്തിന് മാവ് നോക്കുമ്പോൾ ഇച്ചിരി മുന്നോട്ട് നിൽക്കണം, എന്നാലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കണക്ക് പാകമാകത്തുള്ളൂ. അപ്പം മധുരമൊക്കെ ഇച്ചിരി മുന്നോട്ടാണോ എന്ന് എല്ലാം നോക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ മിക്സ് ചെയ്ത മാവ് ഇപ്പം നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പം 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം നമ്മളിത് മധുരം ഇട്ട് കഴിക്കുന്നതല്ലേ. മധുരം ഇടാതെ കറി കൂട്ടി കഴിക്കാനുള്ള വട്ടയപ്പമാണെങ്കിൽ നമ്മൾ അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇത് മധുരം ഇട്ട് കഴിക്കുന്നതായത് കൊണ്ട് കുറച്ച് ഉപ്പ് മതി. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാത്രത്തിൽ നെയ്യ് നമുക്ക് തടവി അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനിയും നമുക്ക് ഈ മാവിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് മാവ് കോരി ഒഴിക്കാവേ. നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ അരഭാഗം മാത്രം മാവ് ഒഴിച്ചാൽ മതി. നമ്മളിപ്പം മാവ് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കാഷ്യൂവും കിസ്മിസും വെക്കാം. നമ്മൾ ആദ്യമേ കാഷ്യൂ ഒന്നും വെക്കാഞ്ഞത്, നമ്മൾ ആദ്യമേ ഇത് വെക്കുമ്പം മാവിലോട്ട് താന്നു പോകും. അതുകൊണ്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ആവിയാവും. ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പം വട്ടയപ്പം വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആയോ നോക്കാം. നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വേണ്ട, ഞാൻ ഇതൊരു ചെറിയ പ്ലേറ്റിലുണ്ടാക്കി, ഇത് വലിയ പ്ലേറ്റിൽ. ഇനി ഒരു ചെറിയ പ്ലേറ്റ് കൂടെ എനിക്കുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് അരിയും കൊണ്ട് ഞാൻ ഒരു ചെറിയ പ്ലേറ്റിൽ 2 വട്ടയപ്പവും വലിയ പ്ലേറ്റിൽ 1 വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല മയമായിട്ട് നല്ല സോഫ്റ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. Hope you like this video. Thank you and bye bye. See you all in the next video.